പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോളവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 171 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ദൈവാലയത്തിലെ തിരശ്ശീല, അതിൻ കീറിപ്പോയ തിരശ്ശീലയിൽ നിഴലായി നിന്ന ആ തിരശ്ശീലയുടെ പൊരുളിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിലെ പഠന വിഷയം. ദേവാലയത്തിന് 3 തിരശ്ശീലകൾ ഉണ്ടായിരുന്നു. ഒന്ന് പ്രാകാരത്തിൻ്റെ വാതിലിനുള്ളത്, 2 പ്രാകാരത്തിനും വിശുദ്ധ സ്ഥലത്തിനും ഇടയ്ക്ക്, 3 വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും ഇടയിൽ. ഇങ്ങനെ 3 തിരശ്ശീലകൾ ഉണ്ടായിരുന്നുവെങ്കിൽ വചനം പറയുന്നത് തിരശ്ശീല ചീന്തി എന്നാണ്. തിരശ്ശീല കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാകാരത്തെയും വിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്ന മറയെ ആണ്. അത് അതിവിശുദ്ധ സ്ഥലത്തെ, കൃപാസനത്തെ മറയ്ക്കുന്ന മറയെ അല്ല കാണിക്കുന്നത്. മൂലഭാഷയിൽ എബ്രായ, ഗ്രീക്ക് ഭാഷകളിൽ എഴുതിയിരിക്കുന്നതിൽ 23 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഒന്ന് തന്നെയാണ്. ഇംഗ്ലീഷിൽ കർട്ടൻ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നു. എന്നാൽ ബൈബിൾ സൊസൈറ്റിയുടെ പുസ്തകത്തിൽ ഈ തിരശ്ശീലകളെ കുറിച്ചുള്ള വർണ്ണനയിൽ തിരശ്ശീലയെന്നും മറശ്ശീലയെന്നും മാറ്റി കൊടുത്തിട്ട് അതിവിശുദ്ധ സ്ഥലത്താണ് തിരശ്ശീല, അതാണ് ചീന്തി പോയത്, അതുകൊണ്ട് ആരാധന എല്ലാം അവസാനിച്ചു എന്ന വ്യാഖ്യാനത്തിന് ബോധപൂർവം കളമൊരുക്കിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഏത് തിരശ്ശീലയാണ് ചീന്തിപ്പോയത്? തിരശ്ശീലയുടെ പൊരുളെന്ത്? ദൈവാലയത്തിലെ ആരാധന, അത് ക്രമപ്രകാരം നടക്കുന്നത് പ്രാകാരത്തിലും അവിടെ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്കും പ്രവേശിച്ചു കൊണ്ടതാണ്. ആണ്ടിലൊരിക്കൽ മാത്രം പ്രവേശിക്കുന്നതാണ് അതിവിശുദ്ധ സ്ഥലം. എന്നാൽ തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ കർത്താവ് അകത്ത് പ്രവേശിച്ച്, അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നു എന്നാണ് വചനം നമ്മൾ പഠിപ്പിക്കുന്നത്. എബ്രായരുടെ 10-ാം അധ്യായം 19 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രദർശിച്ച പുതുവഴി, ഈ പുതുവഴി എന്ത് എന്ന് പിന്നാലെ നാം ചിന്തിക്കുകയാണ്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച സമയം ദൈവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് അടിവരെ ചിന്തിപ്പോയി എന്നത്രേ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 27:51, മർക്കോസ് 15:38 ഈ വചനങ്ങളുടെ സാക്ഷ്യം കൊണ്ട് തിരശ്ശീലയാണ് കീറിയത് എന്നത് മുകൾ തൊട്ട് അടി തൊട്ട വരെ കീറിയെന്നും നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഈ തിരശ്ശീല കീറിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു പുതുവഴി തുറന്നു എന്നാണ് ഈ സംഭവത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശുദ്ധനായ പൗലോസ് ശ്ലീഹ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്നും
ഇതിനെക്കുറിച്ച് വിശുദ്ധനായ പൗലോസ്ലീഹ എഴുതിയിട്ടുണ്ട്. വേർപാട് നീക്കി പുതുവഴി തുറക്കുന്നു എന്നതാണ് തിരശ്ശീല ചീന്തപ്പെട്ടതിൻ്റെ പൊരുൾ. എബ്രായലേഖനം 10:19 ദേഹം എന്ന തിരശ്ശീല ചീന്തിയതിനാൽ പുതുവഴി തുറന്നു. ആ പുതുവഴി എന്ത് എന്നുള്ളത് നാം നല്ലവണ്ണം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി വേർപാടിന് നടിച്ചോർ ഇടിച്ചു കളഞ്ഞു എന്നാണ്. ഈ വേർപാടിൻ്റെ നടിച്ചോർ ഇടിച്ച് കളയുമ്പോൾ വേർപാട് എവിടെയായിരുന്നു? പ്രാകാരത്തിനും വിശുദ്ധ സ്ഥലത്തിനും ഇടയിലായിരുന്നു വേർപാട്. ആ വേർപാട് നീക്കി പുതുവഴി തുറന്നു എന്നതായ വിശുദ്ധനായ പൗലോസിൻ്റെ സാക്ഷ്യപ്രകാരം നമുക്കെല്ലാവർക്കും വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള ധൈര്യം ഉണ്ടായിരിക്കുന്നു. പുതുവഴിയായി ഗോത്രങ്ങളുടെ വേർതിരിവ് ഇല്ലാതാക്കി എല്ലാവരും പുരോഹിത വർഗമായി ഉയർത്തപ്പെട്ടിരിക്കുന്നു. 1 പത്രോസ് 2:9. ആരാധനാ സ്ഥാനം അതിവിശുദ്ധ സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടു. പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുന്നത് പോലെ ആരാധനയോ പൗരോഹിത്യമോ അവസാനിപ്പിക്കുകയല്ല. പുതിയ ഉടമ്പടിയുടെ ആരാധന പുതുവഴിയായി ഏൽപ്പിച്ചു തന്നു. വീണ്ടും പൗരോഹിത്യത്തിന് മാറ്റം വന്നു. എബ്രായലേഖനം 7:11 പൗരോഹിത്യത്തിന് മാറ്റം വന്നു എന്ന് തർജ്ജമ ചെയ്തുകൊണ്ട് പൗരോഹിത്യം ഇല്ലാതായി തീർന്നു എന്നും പൗരോഹിത്യ ക്രമവും ശുശ്രൂഷയും ഇനിയും ആവശ്യമില്ല എന്നും പൊതുവായൊരു പൗരോഹിത്യമാണ് ഉള്ളതെന്നും പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുമ്പോൾ വാക്യം തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. മാറ്റം വന്നു എന്നത് ഇല്ലാതാക്കി എന്നുള്ള അർത്ഥത്തിലല്ല വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ വായിക്കുക ചേഞ്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ചേഞ്ച് എന്താണ്? അത് പുതുവഴിയാണ്. അതായത് അതേവരെയും നടന്ന രക്തബലികൾ, ലേവ്യക്രമപ്രകാരമുള്ള പൗരോഹിത്യ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടുകയും യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യമാവുന്ന നിത്യപൗരോഹിത്യത്തിൽ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യ ശുശ്രൂഷ നമുക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തതാണ് പുതുവഴി എന്ന് പറയുന്നത്. നാം ഇന്ന് ആരാധിക്കുന്നത് തിരശ്ശീലയ്ക്കകത്താണ്. പലർക്കും അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. കീറിപ്പോയത് അവിടെ വീണ്ടും വച്ചിരിക്കുന്നു എന്ന ദുർവ്യാഖ്യാനം. കീറിയ തിരശ്ശീല അല്ല. യേശുക്രിസ്തു തിരശ്ശീലയ്ക്കകത്തേക്ക് പ്രവേശിച്ച് ഇരിക്കുകയാൽ ആ തിരശ്ശീലയ്ക്കകത്താണ് നമ്മുടെ ആരാധന നടക്കുന്നത്. എബ്രായലേഖനം 6:19-20 വാക്യങ്ങളും എബ്രായലേഖനം 9:28 തിരുവചനവും ഫിലിപ്പ് ലേഖനം 3:20 തിരുവചനവും ഒരുമിച്ച് പഠിച്ചാൽ യേശുക്രിസ്തു എന്ന നമ്മുടെ മഹാപുരോഹിതൻ ഇപ്പോൾ തിരശ്ശീലയ്ക്കകത്തുണ്ട്. ആ തിരശ്ശീല എന്ന് പറയുന്നത് അതിവിശുദ്ധ സ്ഥലത്തെ മറിച്ചിരിക്കുന്ന തിരശ്ശീലയാണ്. അവിടേക്ക് യേശുക്രിസ്തു മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ആരാധന അതിവിശുദ്ധ സ്ഥലത്ത് തുടരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആരാധനയുടെ സ്ഥാനം പ്രാകാരത്തിൽ നിന്നും വിശുദ്ധ സ്ഥലത്തു നിന്നും മാറ്റപ്പെട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പൗരോഹിത്യ ക്രമത്തിന് വന്ന വ്യത്യാസം ലേവ്യ ക്രമം വിട്ട് മൽക്കീസേദെക്കിൻ്റെ ക്രമത്തിലേക്ക് തൻ്റെ ഉടമ്പടി പ്രകാരം മാറ്റപ്പെടുകയും നാം അവിടെ ആരാധിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ തിരശ്ശീല ചീന്തപ്പെട്ടതിൻ്റെ മർമ്മമായി പിതാക്കന്മാർ നമുക്ക് തരുന്നതായിരിക്കുന്ന സത്യോപദേശം. അതുകൊണ്ട് സത്യാരാധകരെ നിർമ്മല മനസ്സാക്ഷിയോടുകൂടി ആരാധിപ്പാൻ തക്കവണ്ണം നമ്മെ മാറ്റിയിരിക്കുന്നു, നമ്മെ ഉയർത്തിയിരിക്കുന്നു. നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗവും. എന്നാൽ അഭിഷേകം പ്രാപിക്കുന്ന ലേവ്യൻ മാത്രം വിശുദ്ധ സ്ഥലത്ത് കയറി ആരാധിച്ചതുപോലെ
ഈ രാജകീയ പുരോഹിത വർഗത്തിൽ നിന്ന് അഭിഷേകം പ്രാപിച്ച് പ്രത്യേകം നിയോഗിക്കുന്നവർ ഈ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ നിവർത്തിക്കുന്നു. എല്ലാവർക്കും ആ ശുശ്രൂഷയുടെ പങ്കാളിത്തമുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ സ്ഥാനത്ത് ആണ് അത് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അതുപ്രകാരം സഭയുടെ പുതിയ വഴിയായി ലേവ്യ രക്തബലിയിൽ നിന്ന് മാറ്റപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുതിയ ഉടമ്പടി രക്തമാകുന്ന സമാധാന സ്തോത്രബലി അർപ്പിച്ചുകൊണ്ട് തൻ്റെ വരവിൻ്റെ പ്രത്യാശയിൽ നാം കാത്തിരിക്കുകയാണ്. ഫിലിപ്പിയർ 3 പറയുന്ന പോലെ താൻ തിരശ്ശീലയ്ക്കകത്ത് നിന്ന് വീണ്ടും വരും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷനാകുമെന്ന് എബ്രായർ 1:28 എഴുതിയിരിക്കുന്ന പ്രകാരം ഈ പ്രത്യാശയിലാണ് ഇപ്പോൾ നാം ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് കീറപ്പെട്ട തിരശ്ശീല ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ നിഴലും ഇനിയും അതിവിസ്തരത്ത് വേർതിരിക്കുന്ന തിരശ്ശീല നീക്കപ്പെടാതെ അതിനകത്തേക്ക് കർത്താവ് പ്രവേശിച്ചിരിക്കുക. അവിടെ നിന്ന് താൻ തിരികെ വരുമെന്നുള്ള പ്രത്യാശയിൽ ദൈവത്തെ നമുക്ക് തൻ്റെ രണ്ടാം വരവിനെയും ഈ ഭൂമിയിൽ ആരാധിക്കാം. ഇത്രയും ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. തന്നെ കൊടച്ചു.